ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത് 1812 മാർച്ച് 25 മുതൽ 1812 മെയ് 8 വരെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 25 എൻഡ് ചെയ്യുന്നത് മെയ് 8 അതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു നേതാവ് മെയ് 1 മരിക്കുന്നുണ്ട്. ആ നേതാവിൻ്റെ പേരാണ് രാമൻ തമ്പി. അപ്പം അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നേതാവിൽ പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മാർച്ച് 1 നേതാവ് മരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറിച്യ കലാപം ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് നമ്മുടെ പഴശ്ശി കലാപം നടത്തിയ സമയത്ത് പഴശ്ശിയെ നമ്മുടെ ഈ കുറിച്യ വിഭാഗങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വൈരാഗ്യം ബ്രിട്ടീഷുകാരുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാർ ഈ കുറിച്യ അവരുടെ ആ ഒരു ഇതിൽ അമിത നികുതി ഏർപ്പെടുത്തുകയും ഇങ്ങനെ അമിതമായിട്ടുള്ള നികുതി പണമായിട്ട് തന്നെ നൽകണമെന്ന് പറയുകയും കൂടാതെ നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇവരുടെ പരമ്പരാഗത കൃഷിയായിട്ടുള്ള വെട്ടിച്ചുട്ടി കൃഷി നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ കാരണങ്ങളാണ് കുറിച്യ കലാപം ഉണ്ടാവാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെ നികുതി ഇമ്പോസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തോമസ് വാർഡനാണ്. ഇനി നമ്മൾ കലാപ നേതാവിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമൻ തമ്പി, അതായത് മാർച്ച് 1 മരിച്ചിട്ടുള്ള അവരാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കലാപത്തിൻ്റെ മെയിൻ നേതാവ്. പഴശ്ശിയുടെ പിന്മുറക്കാരനാണ് ആര്, ഈ രാമൻ തമ്പി എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ പ്ലാക്കച്ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, മസിലോടൻ യാമു, വെൺ കലോൺ കേളു ഇവരൊക്കെ എന്താണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളാണ്. കലാപത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഈ കുറിച്യലും കുറുമ്പലും കൂടി എന്താണ് മല്ലൂരിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അപ്പം ആ ഒരു യോഗം ബ്രിട്ടീഷുകാർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു കുറിച്യ കലാപത്തിൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. ഇനി നമ്മൾ മുദ്രാവാക്യത്തിലേക്ക് വരികയാണെങ്കിൽ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അത് കുറിച്യ കലാപമാണ്. ഇനി കമ്പനി സൈന്യം എന്താണ്, കമ്പനി സൈന്യവും കുറിച്യ സൈന്യവും കൂടി ഏലച്ചുരത്തിലൊക്കെ എന്താണ് ഏറ്റുമുട്ടുന്നുണ്ട്. കൂടാതെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ കേന്ദ്രങ്ങളൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്നുണ്ട്. കലാപം അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. ഇനി നമ്മുടെ കലാപമൊക്കെ അടിച്ചമർത്തി കഴിഞ്ഞ് തോമസ് വാർഡൻ പറയുന്ന ഒരു കോട്ടുണ്ട്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കലാപം തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത് കുറിച്യ കലാപം. ഇനി നമ്മൾ ഈ ഒരു കലാപത്തിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരികയാണെങ്കിൽ, ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ഗിരിവർഗ കലാപമാണ് നമ്മുടെ ഈ കുറിച്യ കലാപം. ഇനി ബുക്കുകളിലേക്ക് വരികയാണെങ്കിൽ, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നുള്ള പറഞ്ഞ ബുക്ക് കുമാരൻ വയലേരിയാണ് എഴുതുന്നത്. ഇനി ഈ കുറിച്യരുടെ കുലദേവത്തെ പരിചയപ്പെടുകയാണെങ്കിൽ അത് പുൽപ്പള്ളി മുരുക്കന്മാരാണ്. ഇനി നമ്മളിപ്പോൾ കോട്ട് പറഞ്ഞല്ലേ, അതായത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട കോട്ടായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇനി ചത്താലും ചെത്തും കൂത്തോളി എന്ന് പറയുന്നത് എക്സ്ട്രാ ഫാക്റ്റ് പോലെ അറിഞ്ഞിരിക്കുക, അത് കൂത്താളി സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയാണ് നമ്മൾ കുറിച്യ കലാപത്തിൽ പഠിക്കുന്നത്.